കെ.പി.സി.സി നേതൃത്വത്തിന് രാജി സമർപ്പിച്ച് തിരുവനന്തപുരം ഡി.സി.സി പ്രസിഡന്റ് പാലോട് രവി. സ്വന്തം പഞ്ചായത്തായ പെരിങ്ങമലയിലെ ഭരണം യു.ഡി.എഫിന് നഷ്ടമായതിനെ തുടർന്നാണ് രാജി. അതേസമയം രാജിക്കത്ത് കെ.പി.സി.സി നേതൃത്വം തള്ളി. പാർട്ടിയിലെ സേവനം കണക്കിലെടുത്ത് ഡി.സി.സി അധ്യക്ഷ സ്ഥാനം തുടരാൻ കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ പാലോട് രവിക്ക് നിർദ്ദേശം നൽകി. പാലോട് രവിയുടെ സ്വന്തം പഞ്ചായത്തായ പെരിങ്ങമലയിൽ യു.ഡി.എഫിന് ഭരണം നഷ്ടമായതിലെ ധാർമ്മിക ഉത്തരവാദിത്വമാണ് ഡി.സി.സി പ്രസിഡന്റ് സ്ഥാനം ഒഴിയാനുള്ള തീരുമാനത്തിനു പിന്നിൽ. പെരിങ്ങമല പഞ്ചായത്തിലെ പ്രസിഡന്റും 2 പാർട്ടി അംഗങ്ങളും കോൺഗ്രസ് വിട്ട് CPM-ൽ ചേർന്നിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ സ്വന്തം പഞ്ചായത്തിലെ ഭരണം കൈവിട്ടുപോയതും ഉത്തരവാദിത്തപ്പെട്ടവർ മറുകണ്ഠം ചാടിയതുമാണ് പെട്ടെന്നുള്ള രാജിക്ക് കാരണം. രാജിക്കത്ത് കെ.പി.സി.സി പ്രസിഡന്റിന് കൈമാറുകയും ചെയ്തു. വി.ഡി. സതീശന്റെ നോമിനിയായാണ് പാലോട് രവി ഡി.സി.സി അധ്യക്ഷ പദവിയിലെത്തിയത്. ബ്ലോക്ക് മണ്ഡലം പുനഃസംഘടനയിലടക്കം ഡി.സി.സി അധ്യക്ഷനെന്ന നിലയിൽ പാലോട് രവി ഏകപക്ഷീയ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്ന പരാതി ജില്ലയിൽ ഒരു വിഭാഗം നേതാക്കൾ ആദ്യമേ ഉയർത്തിയിരുന്നു. പ്രാദേശിക പ്രശ്നങ്ങളും ജില്ലാ നേതൃത്വവുമായുള്ള തർക്കവുമാണ് പ്രസിഡന്റ് അടക്കം പഞ്ചായത്തിലെ അംഗങ്ങൾ പാർട്ടി വിടാൻ കാരണമായത്. 6 അംഗങ്ങളുള്ള കോൺഗ്രസ് 3 സ്വതന്ത്രരുടെ പിന്തുണയോടെയാണ് പഞ്ചായത്ത് ഭരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന രാജി പാലോട് രവിയുടെ വൈകാരിക പ്രതികരണമായി കണ്ടാൽ മതിയെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതിനാൽ പാലോട് രവിയുടെ രാജിക്കത്ത് കെ.പി.സി.സി നേതൃത്വം തള്ളിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സേവനം കണക്കിലെടുത്ത് ഡി.സി.സി അധ്യക്ഷ സ്ഥാനം തുടരാൻ കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ നിർദ്ദേശം നൽകി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.